എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ച് നിത്യതയിൽ ചെന്നെത്താം? വേദപുസ്തകം ഇങ്ങനെ വ്യക്തമായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 14:13 ഇങ്ങനെ വായിക്കുന്നു: എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ അവർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതിന് അവൻ്റെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നാം തിരിച്ചറിയേണ്ട, ഓരോ ദൈവഭക്തനും ദൈവപൈതനും തിരിച്ചറിയേണ്ട കാര്യമാണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് യേശു കർത്താവ് അവസരങ്ങൾ അനവധി തരും. ഒരു ഭക്തനായി ജീവിതം കരസ്ഥമാക്കി മരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വെച്ച് ഓരോ വ്യക്തി ജീവിതങ്ങളും തിരിച്ചറിയേണ്ട ആവശ്യമാണ്. എന്താണ് വേദപുസ്തകം പറയുന്നു? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അവൻ ഭാഗ്യവാൻ. ഇതൊരു ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് കാണുന്നത്. ഈ വേദപുസ്തകം പറയുന്നു, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭയത്തിലും ദൈവഭക്തിയിലും ഈ ലോകത്തിൽ ഒരു കൊച്ചു ജീവിതം കരസ്ഥമാക്കണം. യേശുവിനെ കണ്ടുമുട്ടി കഴിയുന്ന ഓരോ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പിന്നീട് നടക്കേണ്ട കാര്യമാണ് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ദൈവഭയം ഉണ്ടാകണം. 2, ദൈവഭക്തി ഉണ്ടാകണം. 3, ദൈവസ്നേഹമുണ്ടാകണം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അനുസരണ ഉള്ളവരായിത്തീരണം. എന്നാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ലോകത്തിൽ കഴിയത്തുള്ളൂ. ദൈവത്തിൽ കൂടെ ഒരു വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ജീവിത അനന്തര ശേഷം പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആണ്. ജീവിതത്തിൽ ക്രിസ്തുവിനെ മുഖമുഖമായി കണ്ട് ജീവിതം ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, യേശു കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് അവൻ്റെ തിരുഹിത പ്രകാരം അവൻ കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോയി ദൈവവചനത്തിന് മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ നല്ലൊരു ജീവിതം കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും നിശ്ചയമായും ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം കരസ്ഥമാക്കുവാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു മരണമുണ്ട്. എന്നാൽ ഈ മരണത്തിനപ്പുറമായ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുന്നതാണ് ഒരു ഭാഗ്യ പദവി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തൻ്റെ ജീവിതത്തിന് ശേഷം മരണത്തിൻ്റെ നിമിഷം കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോഴും സമാധാനവും സന്തോഷവും ഭാഗ്യപരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഇടവരും. നിത്യതയിൽ ചെല്ലുമ്പോഴും അവിടെയും നമുക്കൊരു നിത്യതയുടെ തുറമുഖത്തെ ഒരു പുത്തൻ പുലരിയിൽ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നല്ല വഴികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് വീണ്ടും ജന്മത്തിൽ കൂടെ യേശുവിനെ കണ്ടുമുട്ടി അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം വേർപെട്ട ഒരു ജീവിതം കർത്താവിൻ്റെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ